ഈ കേരളത്തിൽ നിന്ന് ആകെ പിരിച്ചുകൊണ്ട് പോകുന്ന പണത്തിൻ്റെ അർഹമായ പങ്ക് നമുക്ക് ലഭിക്കണം. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത് പോലെ തരുന്നില്ല. സാർ, 1 ലക്ഷം കോടി രൂപ കാപ്പെക്സ് എന്ന നിലയിൽ അവർ കൊടുക്കുമ്പോൾ നമുക്ക് 3000 കോടി കിട്ടാൻ അർഹതയുണ്ട്. സാധാരണഗതിയിൽ 1 ലക്ഷത്തിലധികം കൊടുക്കുന്നുണ്ട്. സാർ, 60,000 കോടി കിട്ടിയ സ്റ്റേറ്റും ഉണ്ട്. സാർ, അങ്ങനെ കൊടുക്കുന്ന അല്ല ശരി. നമുക്ക് കിട്ടേണ്ടത് അർഹമായ കിട്ടണമെന്ന് പറയുന്നേ ഉള്ളൂ. ഇതൊന്നും പറയണ്ട എന്നാണ്. പണം നമുക്ക് കിട്ടാനുള്ള വലിയ തോതിലുള്ള പണവും നമുക്ക് കിട്ടാതിരുന്ന എങ്ങനെയാണ്? നമുക്ക് കിട്ടേണ്ട പണം കിട്ടണ്ടേ? ആ പ്രശ്നം നമ്മുടെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു. ഞാൻ പറയാം, നമ്മുടെ ഈ പൊതുവിൽ സ്കാനറിൽ വരുന്നതല്ലാതെ ഇൻകം ടാക്സും കസ്റ്റംസും മറ്റ് ചെലവുകളും ഒക്കെ കളക്ട് ചെയ്യുന്നില്ല. സാർ, അങ്ങനെ കളക്ട് ചെയ്യുന്നതെന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിധി അനുസരിച്ച് നമുക്ക് വരുന്നില്ല എന്നുള്ളതേ പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചിലവൊന്നും നടക്കാതിരിക്കുന്നില്ല. സാർ, UGC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് അവർ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സമയത്തും മാറ്റി പറഞ്ഞ് കിട്ടാതിരുന്നതാണ്. അവർ പറഞ്ഞ, ഞാനിവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്, അവർ പറഞ്ഞ ഡേറ്റിൽ ഒരു മാർച്ച്, കഴിഞ്ഞ 2022 മാർച്ചാണെന്ന് എൻ്റെ ഓർമ്മ, 22 മാർച്ചിന് മുമ്പ് തന്നെ പിന്നെ ഈ പേപ്പറുകൾ എത്തിച്ചു. അതിനുശേഷം ഇമെയിൽ അയച്ചാൽ മാത്രം പോരാന്നുള്ളതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ നേരിട്ട് പോയി, ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥ നേരിട്ട് പോയിട്ട് ഈ പേപ്പർ കൊടുത്തു. അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയും കേസും ഒക്കെ വരുമ്പോൾ നമ്മൾക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. സാർ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിറ്റമ്മ നയം നമ്മളോട്? ആ പ്രശ്നമേ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ. നമുക്ക് കിട്ടേണ്ട പണം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ. സാർ, ഇവിടുത്തെ ചിലവിൻ്റെ കാര്യത്തിൽ ചുരുക്കം വന്നിട്ടില്ല. സാർ, ഇതുവരെയുള്ള ചിലവിൽ ഈ വർഷം തന്നെ കണക്കെടുക്കാമെങ്കിൽ കഴിഞ്ഞ വർഷം ചിലവായതിനേക്കാളും 4000 കോടിയിലധികം ഈ ഡിസംബർ വരെ നമ്മളിപ്പോൾ ചിലവാക്കിയിട്ടുണ്ട്. പണം ചിലവാക്കാതെ അല്ല ഈ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള കുടിശ്ശികകൾ നേരത്തെ പറഞ്ഞല്ലോ, കോൺട്രാക്ടർമാരുടെ അങ്ങനൊന്നും ഒരു ലെവലിലപ്പോഴുള്ള കുടിശ്ശികയില്ല. BDS പോലുള്ള സമ്പ്രദായം നടപ്പിലാക്കി. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന, സ്പെൻഡ് ചെയ്യാവുന്ന സ്പേസ് ഒരു 50,000 കോടിയുടെ എങ്കിലും കുറവ് അവർ ഏകപക്ഷീയമായിട്ട് വരുത്തുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അത് നമ്മളെല്ലാം ബാധിക്കുന്നതാണ്. ആ കാര്യം പറയുന്നേ ഉള്ളൂ.